താലി കെട്ടിയവൻ ആരായിരുന്നാലും അവൻ പറയുന്നത് അനുസരിച്ച് ജീവിക്കണം. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഞാൻ പോവില്ല. അതൊരു വീടാണോ? എടി, ചെന്ന് കയറിയിടം കൊലമാടമാണെങ്കിലും അവിടെ ജീവിക്കാൻ പഠിക്കണം. എന്നെ കൊണ്ട് കഴിയില്ല. ഈ വീട്ടിലെ എച്ചിച്ചോറ് തിന്ന് കഴിഞ്ഞ ഒരുത്തിനെ ഞാൻ എന്റെ ഭർത്താവെ അംഗീകരിക്കില്ല. അവരധ്വാനിച്ചുണ്ടാക്കുന്ന ചോറ് നമ്മളാണ് ഉണ്ണുന്നത്. അവൻ എന്താ ഒരു കുറവ്? ഞൊണ്ടിയാണോ? കുരുടനാണോ? പണമില്ലെങ്കിലും അവൻ പൗരുഷമുള്ളവനാണ്. അമ്മ എന്ത് പറഞ്ഞാലും ശരി, ഞാൻ പോവില്ല. നീ പോകണ്ട. പക്ഷെ അവൻ കെട്ടിയ താലിയാണ് നിന്റെ കഴുത്തിൽ കിടക്കുന്നത്. നിനക്ക് അവനെ അത്രയ്ക്ക് വലിയ വെറുപ്പാണെങ്കിൽ ആ താലി പൊട്ടിച്ച് അവന്റെ കയ്യിൽ കൊടുത്തിട്ട് നീ അവിടെ വന്ന് താമസിക്കും. അമ്മേ, ആ വീട്ടിലേക്ക് നീ പോകാത്തതിന്റെ കാര്യം എന്താണെന്ന് എനിക്കറിയാം. നിനക്ക് മറ്റാരുമായിട്ട് രഹസ്യ ബന്ധമുണ്ട്. ആരും അറിയാതെ അത് തുടർന്നുകൊണ്ട് പോകാനാണ് നിന്റെ ഉദ്ദേശം. അല്ലെങ്കിൽ സുരേന്ദ്രനെ ഉപേക്ഷിച്ചിട്ട് നീ ഈ വീട്ടിൽ വന്ന് താമസിക്കില്ല. നിനക്ക് മറ്റാരുമായിട്ട് ബന്ധമുണ്ട്. അല്ലെങ്കിൽ നീ ഇവിടെ നിന്ന് പോകാതിരിക്കില്ല. നിന്നെ പെണ്ണ് കാണാൻ ആള് വന്നില്ലേ? വന്നു. നിന്റെ വീട്ടുകാരങ്ങോട്ട് പോയില്ലേ? പോയി. കല്യാണം നടത്താമെന്ന് നിന്റെ ചേട്ടൻ സമ്മതിച്ചില്ലേ? സമ്മതിച്ചു. ചെറുക്കൻ വന്ന് നിന്നെ കണ്ടില്ലേ? കണ്ടു. നീ ചെറുക്കനെയും കണ്ടില്ലേ? കണ്ടു. എന്നിട്ടാണോടി നീ വീണ്ടും എന്നെ കാണാൻ വന്നിരിക്കുന്നത്? എടി ദ്രോഹി! ചേട്ടൻ ചോദിച്ചതിനെല്ലാം ഞാൻ അതേ അതേ എന്നല്ലേ മറുപടി പറഞ്ഞത്. ഒരു ചോദ്യം കൂടി ചോദിച്ചിട്ട് എന്നെ തല്ലാമായിരുന്നല്ലോ. ഇത് കൂടുതൽ നീ എന്താടി ചോദിക്കാനുള്ളത്? ഞാൻ ആ കല്യാണത്തിന് സമ്മതിച്ചോ എന്ന് ചേട്ടൻ ചോദിച്ചില്ലല്ലോ. ശാന്തേ, നീ? ഇല്ല ചേട്ടാ, ഞാൻ സമ്മതിച്ചില്ല. ഈ ജീവിതത്തിൽ സമ്മതിക്കുകയുമില്ല ചേട്ടാ. ഞാൻ എല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. എന്തൊരടിയാണ് അവൻ അടിച്ചത്. ഇവൻ മനുഷ്യനാണോ? നീ എന്തിനാ അവന്റെ തല്ലുകൊണ്ട് ചാകുന്നത്? നോക്കൂ, നിനക്ക് ഞാനുണ്ട്. നിൽക്കൂ. എങ്ങോട്ട് പോകുന്നു? നിനക്ക് തോന്നുമ്പോ ഇറങ്ങിപ്പോകാനും തോന്നുമ്പോ കയറി വരാനുള്ള വഴിയമ്പലമല്ല എന്റെ വീട്. എന്റെ ഭാര്യയായിട്ട് ഞാൻ പറയുന്ന അനുസരിച്ച് ജീവിക്കാമെങ്കിൽ ഈ വീട്ടിൽ കയറിയാൽ മതി. അല്ലെങ്കിൽ വന്ന വഴിയെ തിരിച്ചു പോയിക്കോ. എന്റെ ഭഗവതി, എത്ര കല്യാണാലോചന വന്നു, ഒരെണ്ണമെങ്കിലും നടക്കുന്നില്ലല്ലോ. എനിക്ക് ചൊവ്വാദോഷം ഉണ്ടെന്ന് വെച്ചാ എല്ലാരും പറയുന്നേ. ശരിയാടി, നിന്നെ വളഞ്ഞിരിക്കുന്ന ചൊവ്വ ആരാണെന്ന് എനിക്കറിയാം. ഞാൻ അവനൊരു പിടി പിടിക്കുന്നുണ്ട്. അയ്യോ അച്ഛാ, അതാരാ വരുന്നേ? ഒരു കുടക്കീഴിലല്ല, ഒരു കൂരയുടെ കീഴിൽ ഞങ്ങൾ കഴിയാൻ പോവാ. ഞാൻ ഈ മാരപ്പിള്ളിനെ വിവാഹം കഴിക്കാൻ പോകും. വിവാഹം? വെറും വിവാഹമല്ല, മിശ്ര വിവാഹം. അയ്യോ മഹാഭാവം. എന്താ പാവം? എനിക്ക് മാല ഇഷ്ടമാ, അതുകൊണ്ടാണ് ഞങ്ങൾ മിശ്രിക്കാൻ പോകുന്നത്. ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല. ഗേനും കുറുപ്പങ്ങനും കൂടി നടത്തും. നിങ്ങൾ എന്തോ ചെയ്യും? എന്ത് മാല, നീ പേടിക്കണ്ട. ഇയാൾ എന്ത് പറഞ്ഞാലും വീഴുന്ന ഒരു വർഗമാ. ഇയാളൊരു മൂരാച്ചി. ഞാൻ മൂരാച്ചിയായിട്ടില്ല. അങ്ങനെ പിന്നെ അങ്ങനെ മാലയെ കെട്ടിയാൽ എന്റെ മോള് കെട്ടിത്തുടിച്ചാവും. അതെന്തിനാ? എന്തിനാണ് ഈ മാലയെ? നിന്നെ കൊച്ചങ്ങന്ന് മിശ്രിക്കാമെന്ന് പറഞ്ഞ പോലെ എന്റെ മോളെ കൊച്ചങ്ങന്ന് മിശ്രിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായെന്നറിയാവോ? അയ്യോ, ഞാൻ മിശ്രിച്ചിട്ടില്ല. ഇല്ലേ? ചോദിച്ചോളൂ, ഞാൻ മിശ്രിച്ചില്ല. അച്ചോളെ, ദൈവസാക്ഷിയാണ്, ഞാൻ നിരപരാധിയാണ്. അതികളെ, എന്റെ മോളും കൊച്ചങ്ങനുമായിട്ടുള്ള എല്ലാ ഏർപ്പാടുകളും എനിക്കറിയാം. നേരം വരട്ടെ എന്ന് വെച്ച് കാത്തിരുന്നതാണ്. കൊച്ചങ്ങൻ എന്റെ മോളെ കൊണ്ടുപോകണം. മാലേ, ക്ഷമിക്കണം. അച്ചോള പറഞ്ഞ കേൾക്കാതിരിക്കാൻ. എന്നെ കേട്ടൂലേ? കേട്ടിയാതിന്റെ ഞാൻ കൊച്ചങ്ങൻ എന്റെ മോൾ.
പാച്ചുള്ളേ അല്ല പാച്ചുള്ള മാവാ വാവളിക്കണ്ട. എന്റെയും സാവിത്രിയും കൂടെ കല്യാണം നടത്താൻ വേണ്ടി മാലയും സാവിത്രിയും ഞാനും കൂടെ ചേർന്ന് നടത്തിയ ഒരു നാടകമാണിത്. മിശ്ര വിവാഹ നാടകം. ഞാൻ പോട്ടെ. ഒരു മാല കഴുത്തി വീണപ്പം വേറൊരു മാല പോയി. അമ്മാവാ ഞങ്ങളെ അനുഗ്രഹിച്ചാലും ഞങ്ങൾ ഗൃഹപ്രവേശം നടത്തട്ടെ. ഇനി മാലേ, ഇന്നെന്താ ഞാൻ നിന്നിട്ട് മുന്നോട്ട് നീങ്ങാത്തത്? ഇന്ന് ജോലിക്ക് രണ്ടുപേര് കുറവാ. രണ്ടുപേരുടെ കുറവല്ലേ ഉള്ളൂ. ഞാനും എന്റെ ഭാര്യയും കൂടെ ഇറങ്ങാം. എനിക്കൊന്നും വയ്യ. വയ്യാന്നോ? ഊണ് കഴിച്ചാൽ മാത്രം പോരെ, ഈ അരിയും നെല്ലും വിളയിക്കുന്നതിന്റെ കഷ്ടപ്പാട് കൂടി അറിയണം. ഇറങ്ങാൻ ഇറങ്ങാൻ. ഇതാ മറ്റുള്ളവർ നടന്നു പോലെ നോക്കി ശ്രദ്ധിച്ചു നട. ഇറങ്ങ ഇറങ്ങാൻ. ചെരുപ്പിക്കരുത്. കഴിച്ചോളാം. നിനക്കെന്താ കുളിരുന്നോ? ഇല്ല. പനിയുണ്ടോ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? അമ്മേ അമ്മേ, എന്താ മോളെ? രാധ പാടത്തുനിന്ന് വന്ന പാടെ കയറി കിടന്നതാ. ഞാൻ ചെന്ന് തൊട്ടു നോക്കിയപ്പോ നല്ല പനി. നേരാണോ? ആ. അയ്യോ, നല്ല തീ പോലുള്ള പനിയുണ്ടല്ലോ മോളെ. ആ പുറപ്പിങ്ങെടുത്തേ. പാടത്ത് പോയിട്ട് ഇതുവരെ വന്നില്ലേ മോളെ? ഇല്ല. ഡോക്ടറെ ഒന്ന് വിളിച്ച് കാണിക്കാമായിരുന്നല്ലോ. മോളൊന്ന് പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാമോ? വേണ്ട, എനിക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണമെന്നില്ല. ഇതൊരു ബുദ്ധിമുട്ടാണോ രാധേ? ഞാൻ പോയി ഡോക്ടറെ വിളിച്ചോണ്ട് വരാം. എനിക്ക് വേണ്ടി വിളിക്കണ്ട. ഞാനിവിടെ കിടന്ന് മരിച്ചോളാം. എന്റെ അച്ഛൻ ചെയ്തതിന്റെ ഫലമല്ലേ ഞാൻ ഈ അനുഭവിക്കുന്നത്. അങ്ങനൊന്നും പറയല്ലേ മോളെ. ഇതെല്ലാം ഈശ്വര നിശ്ചയമാ. എന്തിനാണ് ഒളിഞ്ഞും പതിഞ്ഞും ഒക്കെ വരുന്നത്? മകളെ കാണാനാണെങ്കിൽ നേരെ അകത്തേക്ക് പോകും. പണം കുറവാണെങ്കിലും ഇവിടെ മനുഷ്യനാണുള്ളത്, ഹൃദയമുള്ള മനുഷ്യൻ.